ഹായ്, വെൽക്കം ടു ഇൻഫോമിക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓത്ത് സെറമണിയിൽ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഓത്ത് സെറമണി നിങ്ങൾ പോകുന്ന സെൻറ്റർ അനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ സെയിം ഡേ തന്നെ ആയിരിക്കും ഓത്ത് സെറമണി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതൊരു ഗ്രൂപ്പായി കഴിയുമ്പോഴാണ് ഒരു 50 to 60 ആൾക്കാരോ അല്ലെങ്കിൽ ആ സെൻറ്റർ അനുസരിച്ചിട്ട് ആ നമ്പർ വേരി ചെയ്യും. ഒരു ഗ്രൂപ്പായി കഴിയുമ്പോഴാണ് അവർ നിങ്ങൾക്ക് 1 മണി നടത്തുക. ഇനി നിങ്ങൾക്ക് വേറെ ഓത്ത് സെറമണി സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വിത്തിൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് US സിറ്റിസൺഷിപ്പ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലെറ്റർ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ലെറ്ററിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനെയർ കാണും. അപ്പോൾ ആ ക്വസ്റ്റ്യനെയറിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഇൻ്റർവ്യൂവിന് ചോദിച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നെ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, നിങ്ങൾ സ്റ്റിൽ മാരീഡ് ആണോ, നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അതെല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് ടിക്കറ്റ് പോകാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നിങ്ങളത് സൈൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ സൈൻ ചെയ്ത് ഡേറ്റ് ചെയ്ത് ഈ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത ക്വസ്റ്റ്യനെയർ, നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, പിന്നെ നിങ്ങളുടെ ഗ്രീൻ കാർഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓത്ത് സെറമണിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓത്ത് സെറമണിക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ അപ്പോയിൻമെൻറ്റ്സും പോലെ തന്നെ നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കയറ്റി വിടും. ഇനി നിങ്ങളുടെ ഫാമിലിയിൽ 2 പേർക്ക് 2 സമയത്താണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്താൽ മതി. കയറുന്ന സമയത്ത് തന്നെ അവരോട് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങൾക്കിങ്ങനെ 2 സമയത്താണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പം അവർ നിങ്ങൾക്ക് ഒരു ബാച്ചിലാക്കി തരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്കത് 2 ദിവസമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അവരത് മാറ്റാൻ പറ്റത്തില്ല. കാരണം അവരത് യൂഷ്വലി ആ തലേ ദിവസമാണ് പിറ്റേ ദിവസത്തേക്കുള്ള സർട്ടിഫിക്കറ്റ്, നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ദിവസങ്ങൾ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല. അത് ജസ്റ്റ് ഞാനൊരു ടിപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സെക്യൂരിറ്റിയെ കാണിച്ചിട്ട് നിങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ച് അകത്ത് കയറി കഴിയുമ്പം നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി ചെക്ക് കാണും. ലൈക്ക് എയർപോർട്ടിലുള്ള പോലത്തെ ഒരു ചെക്ക് കാണും. നിങ്ങളുടെ ഐറ്റംസ്, നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം നിങ്ങളൊരു ട്രെയിലിട്ടിട്ട് സ്ക്രീനിങ് മെഷീനിൽ കൂടെ കടത്തി വിടും. അതുപോലെ തന്നെ നിങ്ങളെയും സ്ക്രീൻ ചെയ്തിട്ടാവും അകത്തേക്ക് കയറ്റാം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ സെൻറ്ററിലും വേരി ചെയ്യും. ഈവൻ ഒരേ സെൻറ്ററിൽ തന്നെ പല ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ചിലപ്പം അതിൻ്റെ പ്രോസസ്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ കണ്ടെന്നിരിക്കും. നിങ്ങളെ ഒന്നില്ലെങ്കിൽ ഇത് ഓത്തെടുക്കുന്ന കാൻഡിഡേറ്റിനെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയും ഒരുമിച്ച് നിങ്ങളുടെ ആ ഓത്തെടുക്കുന്ന ഹോളിലേക്ക് ഒരുമിച്ച് കയറ്റിവിടും. അല്ല എങ്കിൽ ആ കാൻഡിഡേറ്റിന് മാത്രം ആ ഹോളിലേക്ക് കയറ്റി വിട്ടിട്ട് നിങ്ങളുടെ കൂടെയുള്ള വിസിറ്റേഴ്സിനെ എല്ലാവരെയും വേറെ ഹോളിലേക്ക് കയറ്റി വിടും. എന്നിട്ട് ഈ ഓത്തെടുക്കാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ആകണം. അവർ യൂഷ്വലി ചിലപ്പം 50 to 60 മെമ്പേഴ്സ്, അത് വേരി ചെയ്യുമായിരിക്കും ഓരോ ദിവസം, എനിക്കറിയില്ല അത് പക്ഷേ ഒരു വലിയ ഗ്രൂപ്പ്, ഒരു 50 to 60 മെമ്പേഴ്സൊക്കെ ഉണ്ടാകാം. അപ്പോൾ അത്രയും ആൾക്കാർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, ഈ ഗ്രൂപ്പ് ആയി കഴിയുമ്പോഴാണ് ഇവർ ഈ വിസിറ്റേഴ്സിനെ, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കുക. ഇൻ കേസ് നിങ്ങൾ ഒരുമിച്ചാണ് പോയിരിക്കുന്നതെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഇരിക്കാൻ ഒരു സൈഡും വിസിറ്റേഴ്സിന് ഇരിക്കാൻ, നമുക്ക് ഓത്ത് സെറമണി കാണാൻ രീതിയിൽ ഇരിക്കാനായിട്ട് ഒരു സൈഡും അങ്ങനെയായിരിക്കും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കാൻഡിഡേറ്റ്സ് കയറുമ്പം തന്നെ അവർ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ, നമ്മുടെ ക്വസ്റ്റ്യനെയറും നമ്മുടെ ഗ്രീൻ കാർഡും അവർ മേടിച്ചു വെക്കും. പിന്നെ നമ്മൾ ഇരിക്കുന്നത്, അവർ പറയുന്ന സീറ്റ് അനുസരിച്ചിട്ടാണ് ഓരോ കാൻഡിഡേറ്റിനെ എവിടെ ഇരിക്കണം എന്ന് ആ സീറ്റ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അനുസരിച്ചിട്ട് അവർ നമ്മുടെ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ഒരു ഓർഡറിൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും സെറമണിക്കുള്ള എല്ലാവരെയും ഇരുത്തിക്കഴിഞ്ഞ് ഫാമിലി മെമ്പേഴ്സ് എല്ലാം സീറ്റഡ് ആയി കഴിയുമ്പോൾ അവർ ഒരു വീഡിയോ പ്ലേ ചെയ്യും. വീഡിയോ പ്ലേ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററി, US-ൻ്റെ ഹിസ്റ്ററി, ഇതൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓർഡറിലെല്ലാം കുറച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഓരോ അന്നത്തെ ഓഫീസറിനെ വെച്ചിട്ട് വേരി ചെയ്യും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ആ അന്നത്തെ ആ സൂപ്പർവൈസർ വന്നിട്ട് ഒരു ടോക്ക് തരും. നിങ്ങൾക്ക് ടോക്ക് തരുന്നതനുസരിച്ചിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റിസൺ ആയി കഴിയുമ്പോൾ എന്തൊക്കെ റൈറ്റ്സ് ആണ്, പുതിയ റൈറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഒരു ടോക്ക് തരും. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഇത് അവരുടെ ടോക്ക് തരുന്നത് കൂടാതെ തന്നെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ അവരൊരു പേപ്പർ വെച്ചിട്ടുണ്ടാകും. അതൊരു ഇൻഫർമേഷൻ ഷീറ്റാണ്, അത് നിങ്ങൾ എടുക്കാൻ മറക്കരുത്. അതിനകത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ US ഫ്ലാഗും അവർ അതിൻ്റെ ഒപ്പം വയ്ക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതെടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം മെയിനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, ഒന്ന് നമ്മൾ വോട്ടേഴ്സ് രജിസ്ട്രിയിൽ നമ്മുടെ നെയിം എൻ്റർ ചെയ്യണം. കാരണം ഈ നാച്ചുറലൈസേഷൻ കിട്ടുന്ന ദിവസം അന്നാണ് ഒഫീഷ്യലായിട്ട് US സിറ്റിസൺ ആകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി ഇത് അപ്ഡേറ്റ് ചെയ്യണം, അതിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നമ്മൾ US സിറ്റിസൺഷിപ്പ് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യനുണ്ട്, നിങ്ങൾക്കത് സോഷ്യൽ സെക്യൂരിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ യെസ് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഇത് ആ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ അവർ വിത്തിൻ 2 വീക്സ് നിങ്ങൾക്ക് അയച്ചു തരും. നമ്പറിൽ വ്യത്യാസമൊന്നും വരുന്നില്ല, നിങ്ങളുടെ സ്റ്റാറ്റസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇൻ കേസ് ഇപ്പം നിങ്ങളത് ഒന്നും ടിക്ക് ചെയ്തിട്ടില്ല, നോയ ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ, അല്ല നിങ്ങളുടെ കേസിനകത്ത് നിങ്ങളുടെ കുട്ടികളെല്ലാം ബിലോ 18 ആണ് എങ്കിൽ ഈ കുട്ടികളുടെയും സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഇതിനകത്ത് അവരുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണം. കാരണം അവരൊക്കെ ഇപ്പം US സിറ്റിസൺ ആയി. നിങ്ങൾ നാച്ചുറലൈസേഷൻ നിങ്ങൾ എടുക്കുന്ന ദിവസം നിങ്ങളുടെ കുട്ടികൾക്ക് ബിലോ 18 ആയിട്ടുണ്ടെങ്കിൽ അവരും അന്ന് ഒഫീഷ്യലി US സിറ്റിസൺ ആവുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി, അവർക്ക് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, ഓൺലി നിങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവരുടെ പാസ്പോർട്ട് ആയതിനു ശേഷമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അവർ പറയും ഒരു 2 വീക്സ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. കാരണം നിങ്ങളുടെ ഇതെല്ലാം അവിടെ ഓഫീസിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് അത്രയും ടൈം എടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് US പാസ്പോർട്ട് അപ്ലൈ ചെയ്യണം, അതിനുള്ള പ്രോസസ്സ് പറയും. ചില സെൻറ്റേഴ്സിൽ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൂടി അന്ന് അവർ തരും. അത് നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലോ ഈ US പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഓഫീസുകളിലോ പോയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഫെഡറൽ ജോബ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം അത്ര നാളും ഗ്രീൻ കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനെ, ചിൽഡ്രനെ, പാരൻസിനെ, നിങ്ങളുടെ സ്പൗസിനെയോ അല്ലെങ്കിൽ ചിൽഡ്രനെ മാത്രമേ കൊണ്ടുവരാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ നിങ്ങൾ സിറ്റിസൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റൈറ്റ് ഒന്നും കൂടി എക്സ്റ്റെൻഡഡ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ വേണമെന്ന് വെച്ചാൽ കൊണ്ടുവരാനായിട്ടൊക്കെ അവർക്കും ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ഇതിനകത്ത് പറയും. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും അതിൻ്റെയും സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഓഫീസിൽ ചെല്ലുമ്പം ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരോട് പറഞ്ഞു ഈ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്പയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞതായിട്ടും പറയുന്നുണ്ട്. അപ്പം ആ സമയത്ത് നിങ്ങളുടെ സ്റ്റാറ്റസ് കാരണം ഗ്രീൻ കാർഡ് ഹോൾഡർ ആയിട്ടാണല്ലോ ഇപ്പോൾ കിടക്കുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ സ്റ്റാറ്റസ് മാറ്റുന്നത്. നിങ്ങൾ ആ ലൈസൻസ് എക്സ്പയർ ആയിട്ട് നിങ്ങൾ പുതിയത് എടുക്കുന്ന സമയത്ത് മാറ്റിയാൽ മതി എന്നും അവർ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന ആ പേപ്പറിനകത്ത് അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം പറയാത്തത്. നിങ്ങൾക്ക് അതിനകത്ത് നോക്കി ഓരോന്നും ചെയ്യണം കേട്ടോ. ഞാനെല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൊണ്ട് അവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഓത്തെടുക്കും.
ഓത്ത് എടുത്തതിന് ശേഷം കൺഗ്രാജുലേഷൻസ് ഒക്കെ തന്ന് അവർ എല്ലാവർക്കും നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് തരും. ഈ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഈ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്തുള്ളത് കറക്റ്റാണോ എന്ന് നോക്കണം. കാരണം നിങ്ങൾ ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേറൊരു പ്രോസസ്സാണ്. അതിന് മോർ ദാൻ $700 അത് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ, അവരുടെ തെറ്റാണെങ്കിൽ പോലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് അത്രയും ഫീസ് വേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുമ്പം തന്നെ നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്യണം, എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണോ എന്ന് നോക്കണം. അവിടെ സൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷനുണ്ട്, നിങ്ങളുടെ സൈൻ ചെയ്യണം. അത് ബ്ലാക്ക് ഇങ്കും കൊണ്ട് വേണം സൈൻ ചെയ്യാനായിട്ട്. അത് അപ്പം തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ നിങ്ങൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ അത് കൈയോടെ സൈൻ ചെയ്തേക്കുക കേട്ടോ. പിന്നെ ഒരിക്കലും നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് ലാമിനേറ്റ് ചെയ്യരുത്. ഈ കാര്യങ്ങളൊക്കെ അവർ പറയും, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷം ഇവർ നമ്മളെ കൊണ്ട് വീണ്ടും എഴുന്നേൽപ്പിച്ചിട്ട് നാഷണൽ ആനന്തം എല്ലാവരും കൂടി ചൊല്ലും. അത് കഴിഞ്ഞിട്ട് പ്ലഡ്ജ് എടുക്കും. അപ്പോൾ പ്ലഡ്ജും എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാമെന്ന് പറയും. ചില ഓഫീസേഴ്സ് നമ്മളോട് അവർ ടോക്ക് ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മളോട് സംശയമുള്ളത് ചോദിക്കാൻ പറയും. ഇല്ല എങ്കിൽ നമ്മളുടെ ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരോട് പേഴ്സണലി പോയിട്ട് ചോദിക്കാം. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അവിടെ ഫോട്ടോസ് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്കും എല്ലാം ഫോട്ടോസ് എടുക്കാം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മറക്കരുത്. നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് കിടപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഇൻഫോം ചെയ്യുക. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നാച്ചുറലൈസേഷനിലുള്ള ഫോട്ടോ നിങ്ങൾ ബയോമെട്രിക് സ്ക്രീനിങ്ങിന് പോകുമ്പോൾ ഉള്ള അന്ന് അവരെടുത്ത ഫോട്ടോയാണ് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ വരുന്ന ഫോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ ഇരിക്കണമെങ്കിൽ ബയോമെട്രിക് സ്ക്രീനിങ്ങിന് പോകുമ്പോൾ നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് പോവുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ½ ആൻ അവർ കൊണ്ട് നിങ്ങളുടെ ഓത്ത് സെറമണി കഴിയും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഓത്ത് സെറമണി കേട്ടോ. അതോടുകൂടി നിങ്ങൾക്ക് ബാക്കിയുള്ള പ്രോസസ്സെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ചെന്നിട്ട് പതുക്കെ നോക്കി ഓരോന്നോരോന്ന് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികൾക്ക് 18 വയസ്സിൽ താഴെയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർ സിറ്റിസൺ ആയെങ്കിലും അവർക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഒന്നും കിട്ടുന്നില്ല. നമുക്കല്ലേ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അവർക്ക് പിന്നെ പാസ്പോർട്ട് കിട്ടി കഴിയുമ്പോഴാണ് അവർക്കൊരു ഡോക്യുമെൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു ഓപ്ഷനായിട്ട് പറയുന്നുണ്ട്, നമ്മളെപ്പോലെ തന്നെ അവർക്കും ഈ നാച്ചുറലൈസേഷൻ അവരുടെ സിറ്റിസൺഷിപ്പ് സർട്ടിഫിക്കറ്റ് അത് കിട്ടണമെങ്കിൽ അവർക്ക് വേണമെന്ന് വെച്ചാൽ N600 അപ്ലൈ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്കെല്ലാം ഈ ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഹാവ് എ നൈസ് ഡേ ടു ഓൾ.